കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു എന്നതാണ്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇടുക്കിയിലും ശക്തമായ മഴയാണ്. ഇപ്പോൾ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നു. എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശം? കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നാണ്. അത് കൂടുതൽ അളവിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. 5 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അത് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു നടപടിയെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം കല്ലാർകുട്ടി ഡാമിൽ പരമാവധി സമ്പന്ന ശേഷിയിലേക്ക് ജലനിരപ്പ് എത്തിയിരുന്നു. അത് മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പെരിയാറിലേക്ക് ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നേരെ ചെല്ലുന്നത് ഇതിപ്പോൾ മുതിരപ്പുഴയാറിലേക്കാണ് ഒഴുകുന്നത്. ഇതിന് ഈ വെള്ളം ചെന്ന് ചേരുന്നത് പെരിയാറിലേക്കാണ്. പെരിയാറിന്റെ കുറുകെ പാമ്പള ഡാമുണ്ട്, അതും നിറഞ്ഞിരിക്കുകയാണ്. അതും പരമാവധി സമ്പന്ന ശേഷിയിൽ എത്തിയിട്ടുണ്ട്. ആ ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ വർഷം ഏറ്റവും കൂടുതൽ വെള്ളം തുറന്നു വിടുന്നത് ഇന്നാണ് കല്ലാർകുട്ടി ഡാമിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുമെന്ന് തോന്നുന്നു. കനത്ത മഴ ഇപ്പോഴും ഇടുക്കിയിൽ പെയ്യുന്നുണ്ട്. വ്യാപകമായിട്ട് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരം കടപുഴകി വീണ ഉള്ള അപകടങ്ങളും ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തോർന്നിട്ടില്ല. പല സ്ഥലത്തും ഇടവിട്ട് കനത്ത മഴയാണ് പെയ്യുന്നത്. നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്താണ് ഒരാശങ്ക അല്പം കൂടുതലുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അവിടെയെല്ലാം വലിയ രീതിയിൽ മണ്ണെടുത്ത് വലിയ തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ചീയപ്പാറയിൽ മണ്ണിടിച്ച് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല നേരിമംഗലം റാണിക്കല്ലിൽ മരം കടപുഴകി വീണ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇരുട്ടുകാലത്ത് മരം കടപുഴകി വീണിരുന്നു. മൂന്നാർ മറയൂർ റോഡിലും മരം ഒടിഞ്ഞു വീണിരുന്നു. അതുപോലെ തന്നെ രാജാക്കാടും സമാനമായ രീതിയിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതെല്ലാം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ശക്തമായ മഴ വീണ്ടും വീണ്ടും പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പക്ഷേ നിലവിൽ അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഇന്ന് സ്ഥിതിഗതികൾ ജില്ലയിലെ വിലയിരുത്തുന്നതിന് വേണ്ടി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം കൂടി ചേരുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യം ഇടുക്കിയിൽ റെഡ് അലർട്ടാണ്. അതിന് ഈ മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ തന്നെ ശക്തമായ മഴ ഇപ്പോൾ ഇടുക്കിയിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തോരുന്നില്ല എന്നുള്ളതാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് നൽകിയ വിവരം. ഇടുക്കി ജില്ലയിലും റെഡ് അലർട്ടാണ്. 11 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടർ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷട്ടറുകൾ തുറന്നതാണ്. ഇപ്പോൾ കൂടുതൽ ഉയർത്തേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതാണ് രാഹുൽ വിജയൻ നൽകിയ വിവരം.